Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. കർത്താവിന്റെ മഹത്വം. വീണ്ടും അനുഗ്രഹീതമായ ഒരു സൺഡേ കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്ത കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഈ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻഡ് ടൈം റിവൈവലിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ ഓൺലൈൻ വർഷിപ്പിലേക്ക്, ഈ ഓൺലൈൻ സർവീസിലേക്ക് കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയും കർത്താവിന്റെ വിലയേറിയ സാന്നിധ്യം, വലിയ സാന്നിധ്യം, മാച്ച്ലെസ് പ്രസൻസ് ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരുവാനായി നമുക്ക് എല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഭയാനകമായ, ഭയപ്പെടുത്തുന്ന വിഷയങ്ങളെ കൊണ്ട്, സംഭവങ്ങളെ കൊണ്ട്, നിരനിരയായ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരാഴ്ചയായിരുന്നു ഈ ആഴ്ച. ദൈവം നമ്മെ കരുതി, ദൈവം നമ്മെ പുലർത്തി, ദൈവം നമ്മെ താങ്ങി, ദൈവം നമ്മെ അനുഗ്രഹിച്ച്, ദൈവം നമ്മെ വിടുവിച്ച്, ഓ ജീസസ്, തന്റെ കൃപയിൽ നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവ സ്നേഹത്തിനായി ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻഡ് ടൈം റിവൈവൽ പേര് പോലെ തന്നെ ഇതൊരു കടശിക്കാല ഉണർവിനായി അനേക ആയിരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാകയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ ലൈവിൽ പങ്കെടുക്കുന്ന ഫ്രീഡം സിറ്റി ചർച്ചിലെ, ട്രിവാൻഡ്രത്തെ ഫ്രീഡം സിറ്റി ചർച്ചിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചിലരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, ജോയിൻ ചെയ്യുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ലൈവ് മീറ്റിംഗിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി വീണ്ടും അതെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ ഈ സർവീസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ തന്റെ സാന്നിധ്യത്താൽ ഇന്ന് രാത്രി നമ്മെ നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തില് കൂടി വരുന്ന ആയവരുടെ നടുവില് ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത വാക്കുകളിൽ വിശ്വസ്തനായ കർത്താവ്, വാക്ക് മാറാത്തവനായ കർത്താവ്, ഇന്നുവരെ വാക്ക് മാറിയിട്ടില്ലാത്ത കർത്താവ്, ഓ ജീസസ്, നിത്യനായ കർത്താവ് ഇന്ന് രാത്രിയിലും തന്നെ സാന്നിധ്യത്താൽ നമ്മെ നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഇത് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞങ്ങളോടൊപ്പം അതെ ജോയിൻ ചെയ്താട്ട് ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിനാൽ ഒന്നിക്കപ്പെടട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടട്ടെ. എല്ലാ ചിന്തകളും, എല്ലാ ഭാരങ്ങളും, എല്ലാ ആകുലതകളും നീങ്ങിയിട്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തണലിലേക്ക്, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിലേക്ക്, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ഓ ജീസസ് ആ ചൂട് ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ അപ്പാ ഞങ്ങൾക്ക് നോക്കുവാൻ ഒരിടവുമില്ല, ലോകത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ ഒന്നുമില്ല, ലോകത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിപ്പാൻ ഒന്നുമില്ല, ലോകത്തിൽ ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ ഒന്നുമില്ല. കർത്താവേ, അങ്ങയുടെ നാമമല്ലാതെ, അങ്ങയുടെ കൃപയല്ലാതെ, അങ്ങയുടെ സാന്നിധ്യമല്ലാതെ, അങ്ങയുടെ വചനമല്ലാതെ, അങ്ങയുടെ വാഗ്ദത്തങ്ങളല്ലാതെ, അങ്ങയുടെ ആത്മാവല്ലാതെ സകല നാമം യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്ന നാമത്തെ ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്ന് സ്തോത്രം ചെയ്യാമോ? ആ നാമത്തെ ഇന്ന് രാത്രി നമുക്കൊന്ന് മഹത്വപ്പെടുത്താമോ? ആ നാമത്തെ ഇന്ന് രാത്രി നമുക്കൊന്ന് മഹത്വപ്പെടുത്താമോ? യേശുവിന്റെ നാമത്തെ, രക്ഷയുടെ നാമത്തെ, ജീവന്റെ നാമത്തെ, സൗഖ്യത്തിന്റെ നാമത്തെ, സമാധാനത്തിന്റെ നാമത്തെ, വിടുതലിന്റെ നാമത്തെ, പ്രത്യാശ തരുന്ന നാമത്തെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്താം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താമോ? ഒന്ന് സ്തോത്രം പറയാമോ? ഇരിക്കുന്ന ഇടങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്നവര് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം പറയാമോ? അപ്പൊ എല്ലാ കൃപകൾക്കും നന്ദി എന്നൊന്ന് പറയാമോ? അപ്പൊ നടത്തിയ വിധങ്ങൾക്കായി നന്ദി എന്ന് ഇന്ന് രാത്രി ഒന്ന് പറയാമോ? അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് പകരം വയ്ക്കാൻ ഞങ്ങളിൽ ഒന്നുമില്ല. രക്ഷയുടെ പാനപാത്രം എടുത്ത് ഇന്ന് രാത്രിയിലും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല. ഇന്ന് രാത്രി നാം കർത്താവിനെ ഉയർത്തുമ്പോൾ, കർത്താവിനെ ഉയർത്തുമ്പോൾ ആ സാന്നിധ്യം നമ്മുടെ ഉള്ളകളിൽ അനുഭവിപ്പാൻ ഇടയാകട്ടെ. ആ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ അനുഭവിപ്പാൻ ഇടയാകട്ടെ. ആ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിപ്പാൻ ഇടയാകട്ടെ. ആ സാന്നിധ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മെ നിയന്ത്രിക്കട്ടെ, നമ്മെ കോൺകർ ചെയ്യട്ടെ, നമ്മെ സ്വാധീനിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില അടയാളങ്ങൾ സംഭവിക്കുന്ന, ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നടക്കുന്ന, ഇന്ന് രാത്രി ചില വീര്യപ്രവർത്തികൾ നടക്കുന്ന ആ ജീവന്റെ ശക്തി നാം വീണ്ടും പുതുക്കുന്ന, ആ ജീവന്റെ ശക്തി നമ്മിൽ പുതുങ്ങി വരുന്ന അനുഭവം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ പിന്നെയും അനുഗ്രഹിപ്പാനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളുടെ മേൽ പകരണമേ, അങ്ങയുടെ ജീവനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഓ ഹല്ലേലൂയ. അങ്ങ് വാഗ്ദത്തം ചെയ്തതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുക. കർത്താവേ, ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് അങ്ങയുടെ സാന്നിധ്യമുള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഭവനങ്ങളിൽ അത് അനുഭവിപ്പാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നാം ഇന്ന് രാത്രി പാടി കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കുന്നതിന് മുൻപ് നാം സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ആരാധനയും വചനവും ഒരുമിച്ചാണ് ഇന്ന് രാത്രി നമ്മുടെ അതേ സ്തോത്രം മീറ്റിംഗിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അതേ പിന്നെയും ഇന്ന് രാത്രി നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വാഴ്ത്തിയിടുമേ എന്നുള്ള പാട്ട് നാം ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുന്നതിന് മുൻപ് ഒരു വാക്യശകലം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കുന്നു. 2 ശമൂവേൽ 6:14-15. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. ഹല്ലേലൂയ. ദാവീദിന്റെ ആരാധന ശ്രദ്ധിച്ചേ. ദാവീദിന്റെ ആരാധന വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ എന്ന് പറഞ്ഞപ്പോൾ ദൈവ വചനത്തിന്റെ മുമ്പാകെ, പെട്ടകത്തിന്റെ മുമ്പാകെ, ഓബേദെദോമിന്റെ ഭവനത്തിൽ നിന്നും ദാവീദിന്റെ നഗരത്തിലേക്ക് യെരൂശലേമിലേക്ക് പെട്ടകം കൊണ്ടുവരികയാ. വചനം വീട്ടിലേക്ക് വരികയാ. വചനം യെരൂശലേമിലേക്ക് വരികയാ. പെട്ടകം ദാവീദിന്റെ നഗരത്തിലേക്ക് വരികയാ. പെട്ടകം ദൈവത്തിന്റെ നഗരത്തിലേക്ക് വരികയാണ്. ഇന്ന് രാത്രി നാം സന്തോഷിക്കേണ്ട ഒരു കാരണം പെട്ടകം വീട്ടിലേക്ക് വരുമ്പോഴാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന, നമുക്ക് ആശ്വാസം തരുന്ന, നമ്മുടെ ലജ്ജയെ മാറ്റുന്ന, നമ്മുടെ തകർച്ചകളെ മാറ്റുന്ന, നമ്മുടെ ക്ഷീണത്തെ മാറ്റുന്ന, നമ്മുടെ രോഗങ്ങളെ മാറ്റുന്ന, നമ്മെ ഉറപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നീ നൃത്തം ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വചനം നമ്മുടെ നാവുകളിൽ എടുക്കുമ്പോൾ നൃത്തം ചെയ്യുവാൻ ഇടയാകട്ടെ. ദാവീദ് യഹോവയുടെ മുമ്പാകെ പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്തു. ഹല്ലേലൂയ. പൂർണ്ണ ആത്മാവോടെ നൃത്തം ചെയ്തു. ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി നൃത്തം ചെയ്യാൻ ഒരിടമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സന്നിധിയാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമേൻ പറയാമോ?
ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് ആമേൻ പറയാമോ? നൃത്തം ചെയ്യാനുള്ള ഇടം, സന്തോഷിപ്പാനുള്ള ഇടം, അതെ, ആഹ്ലാദിപ്പാനുള്ള ഇടം വേറൊരിടവുമല്ല. അത് യേശുവിന്റെ സന്നിധിയിലാണ്. അത് പെട്ടകത്തിന്റെ മുമ്പിലാണ്. അത് വചനത്തിന്റെ മുമ്പിലാണ്. അത് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഭവനങ്ങൾക്കായി ഞങ്ങൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഹൃദയങ്ങൾക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവര് ഇന്ന് രാത്രി ഒന്ന് നൃത്തം ചെയ്യാൻ തയ്യാറായിക്കേ. നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് നൃത്തം ചെയ്യാൻ തയ്യാറായിക്കേ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റൊന്ന് ചാടാൻ പറ്റുമെങ്കിലൊന്ന് ചാടാനിടയാകട്ടെ. ഇല്ല, നമ്മുടെ ഉള്ളങ്ങളിൽ ഇന്ന് രാത്രി നൃത്തം ചെയ്യുക. ഹല്ലേലൂയ. പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. Praise the Lord. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവിടെ ആർപ്പുണ്ട്. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവിടെ പൂർണ്ണ ഹൃദയമുണ്ട്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അവിടെ പൂർണ്ണ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അവിടെ നൃത്തമുണ്ട്. കാരണം വിശ്വാസത്തോടെ ഈ വചനം ഇന്ന് രാത്രി നാം ഏറ്റെടുക്കുമ്പോൾ, വിശ്വാസത്തോടെ ഈ രാത്രി നാം വചനം പ്രാപിക്കുമ്പോൾ, ആ വചനം ഹല്ലേലൂയ സന്തോഷം കൊണ്ടുവരും. ആ വചനം എന്റെ പട്ടണത്തിന് മാറ്റം കൊണ്ടുവരും. ദാവീദ് വിശ്വസിച്ചു. ശൂന്യമായിരിക്കുന്ന യെരൂശലേം പട്ടണം, ഹല്ലേലൂയ, യഹോവയുടെ പെട്ടകം, അതേ സ്തോത്രം, യെരൂശലേം പട്ടണത്തിലേക്ക് തിരികെ വരുമ്പോൾ, തന്റെ ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ പെട്ടകം ഒരു ക്രിയ ചെയ്യും. പെട്ടകം ഒരു പ്രക്രിയ ചെയ്യും. വചനം ഒരു മാറ്റം വരുത്തും. ഇത് രാത്രി വിശ്വസിക്കാമോ? ഹല്ലേലൂയ. പിന്നെ ഈ നമ്മൾ വായിക്കുന്നതിന്റെ താഴോട്ട് വരുമ്പോൾ 20, അതേ സ്തോത്രം, താഴോട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ 21-ാമത്തെ വാക്യം. ദാവീദ് മീഖലിനോട്, യഹോവയുടെ ജനമായ ഇസ്രായേലിന്റെ പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുൻപാകെ. ദാവീദ് പറയുന്നു, മീഖലിനോട് പറയുന്നു. നമുക്ക് ആ ഭാഗം അറിയാം. ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ കളിയാക്കിയ മീഖൽ, ദൈവത്തെ ആരാധിച്ച ദാവീദിനെ വില കുറച്ച് കണ്ട മീഖൽ, ദൈവത്തെ ആരാധിച്ച ദാവീദിനെ ദൈവം മുമ്പാകെ നൃത്തം ചെയ്ത് സന്തോഷിച്ച ദാവീദിനെ അത് ലുക്ക് ഡൗൺ ചെയ്ത മീഖലിനോട് ദാവീദ് റെസ്പോണ്ട് ചെയ്യുകയാണ്. എന്നെ തിരഞ്ഞെടുത്ത ദൈവം, Praise the Lord, നിന്റെ അപ്പനിലും നിന്റെ ഗ്രഹത്തിലും വലുതായി എന്നെ തിരഞ്ഞെടുത്ത യഹോവയുടെ മുമ്പാകെ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാസന്മാരുടെ മുമ്പാകെയല്ല, ഭാര്യയുടെ മുമ്പാകെയല്ല. ഇന്ന് രാത്രി ദാവീദ് പറഞ്ഞ പോലെ നമുക്ക് പറയാമോ? നാം ഇരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എവിടെയായിരിക്കുന്നുവെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിനോട് പറയാമോ? കർത്താവേ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം എന്റെ ഉള്ളത്തിലുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നാമേ പറയാമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട്. അതെ, യഹോവയുടെ മുമ്പാകെ അത്രേ ഞങ്ങൾ ആരാധിക്കുന്നത്. യഹോവയുടെ മുമ്പാകെ അത്രേ നാം ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം എവിടെ ഇരിക്കുന്നെങ്കിലും യഹോവയുടെ മുമ്പാകെയാണ്. വചനം അതാ പറയുന്നത്, നാം ദൈവത്തിന്റെ മുമ്പാകെയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈ ക്ഷോണിതലേ ഞാൻ വാഴ്ത്തിയിടും. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞ നീന്തിയ എന്നെ പാപമകറ്റി ശാപം നീക്കി മാർവിൽ അണച്ചവനെ കഷ്ടം നഷ്ടം സർവം ഏറ്റ് നിന്റെ പിൻപേ നിന്റെ ദാസർ വന്നിടും, നടന്നിടാൻ തയ്യാറാണ്. ഹല്ലേലൂയ. പാപക്കുഴിയിൽ നിന്ന്,
കുഴികളിൽ നിന്ന്, ശാപക്കുഴിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച കർത്താവിനെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? ശത്രു തങ്ങളുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വിട്ടപ്പോൾ നിന്റെ ആയുധങ്ങൾ എന്നെ കാത്തു, പൊന്നുനായകനെ. ഇന്ന് രാത്രി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു ഹല്ലേലൂയ പാടാമോ? ഇന്ന് രാത്രി ഹല്ലേലൂയ പാടാമോ? ഹല്ലേലൂയ പാടാമോ? ഇന്ന് രാത്രി ഹല്ലേലൂയ പാടാമോ? ആ പാട്ടിന്റെ അവസാനത്തെ സ്റ്റാൻസ പറയുന്നു, വാനമുകളിൽ ദൂതർ സംഘമായി നാഥൻ വരുമളവിൽ ലോകം വിറയ്ക്കും, ലോകർ ഭ്രമിക്കും, എന്നാൽ ഞാനെന്നാർക്കും. നോക്കി നോക്കി കൺകൾ മങ്ങുന്നേ, എപ്പോൾ വന്നിടും എന്റെ പ്രാണപ്രിയ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ പാട്ടറിയാന്നുള്ള എല്ലാവരും ഇതിനകത്ത് ഞങ്ങളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.
ഓ വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ പിന്നെയും അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, പിന്നെയും ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യമായ ഏകനാമം നമ്മുടെ കർത്താവിന്റെ നാമമാണ്. വീണ്ടും ഒരു പാട്ട് കൂടെ പാടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നാം വായിക്കുന്നു. 1 പത്രോസ്, 1 Peter chapter 5 verse 7. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവന്റെ മേലിട്ടുകൊള്ളുവിൻ. നമ്മുടെ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ കരുതിയ ദൈവത്തെ അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഞങ്ങളെ കാണുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. തന്റെ മക്കളെ കരുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത പാട്ട് നമ്മൾ പാടാൻ പോകുന്നത് എന്നെ കരുതും, എന്നെ പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ഇന്ന് രാത്രി ആ പാട്ട് പാടുന്നതിന് മുൻപ് എന്നെ കരുതും, നമ്മെ കരുതും, നമ്മെ പുലർത്തും, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അറിയും. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് നമ്മെ അവൻ കരുതുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന ഒരുവനേ ഉള്ളൂ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. മക്കൾ അറിയുന്നതിനേക്കാൾ, അപ്പനും അമ്മയും അറിയുന്നതിനേക്കാൾ, സ്നേഹിതർ അറിയുന്നതിനേക്കാൾ, അയൽക്കാർ ബന്ധുജനങ്ങൾ അറിയുന്നതിനേക്കാൾ, പാസ്റ്റേഴ്സ് അറിയുന്നതിനേക്കാൾ, ഓ ജീസസ്, കൂടപ്പിറപ്പുകൾ അറിയുന്നതിനേക്കാൾ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഇന്ന് രാത്രിയിലും യേശുവിന്റെ നാമത്തെ ഇന്ന് രാത്രി ഒന്ന് മഹത്വപ്പെടുത്താമോ? വചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും, ശകലം ചിന്താകുലമല്ല, സകല ചിന്താകുലവും, ശകലം ചിന്താകുലമല്ല, സകല ചിന്താകുലവും. നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രശ്നം, നമ്മൾ പകുതി കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കും, പകുതി നമ്മുടെ തലയിൽ വെച്ചേക്കും. ഹല്ലേലൂയ. ചിന്താകുലങ്ങൾ സകലതും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. കാരണം അവൻ നമുക്കായി കരുതുന്ന ദൈവം. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയട്ടെ, അവൻ നമ്മെ കരുതുന്നു, അവൻ നമുക്കായി കരുതുന്നു. എന്നെ കാണുന്ന പ്രിയർ ഞങ്ങളോട് ചേർന്നൊന്ന് പറഞ്ഞേ, അവൻ എന്നെ കരുതുന്നു, അവൻ എനിക്കായി കരുതുന്നു. ഇതൊന്ന് ചേർന്ന് പറയാമോ? ഒന്ന് ചേർന്ന് പറയാമോ? അവൻ എന്നെ കരുതുന്നു, അവൻ എനിക്കായി കരുതുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സകല ചിന്താകുലവും അവന്റെ മേൽ നമുക്ക് വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഇടുവാനിടയാകട്ടെ. ഇന്ന് രാത്രി ഒരു അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2007 ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ട്രിവാൻഡ്രത്തിന് അടുത്ത് കിംസ് ഹോസ്പിറ്റലിനകത്ത് അടുത്ത് ഹിൽ ടോപ്പ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതേ ഒരു ഭവനത്തിൽ, ഒരു വീട്ടിൽ ഞങ്ങൾ റെന്റിന് താമസിച്ചിരുന്നു. വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അത്. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത് ആഴ്ചയിൽ 2 ദിവസം മാത്രമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം മാത്രമായിരുന്നു കുടിവെള്ളം കിട്ടുന്നത്. ഞങ്ങളുടെ തുണികൾ വാഷ് ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം മഴവെള്ളത്തെ ഞങ്ങൾ ആശ്രയിച്ച ഒരു സീസൺ ഉണ്ടായിരുന്നു. മഴവെള്ളത്തെ ഞങ്ങൾ ആശ്രയിച്ച് ജീവിച്ച ഒരു സീസൺ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ ട്രിവാൻഡ്രത്തിൽ 2007 സ്വതന്ത്രം. ആ സമയത്ത് മഴവെള്ളത്തെ ആശ്രയിച്ച് ഞങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പാർത്ത ഇടത്തിന് അടുത്തായിട്ട് ഒരു കോളനിയില്, ഒരു പ്രദേശത്ത്, ഒരു സ്ലമ്മിൽ, ഒരു കോളനിയിൽ ഞങ്ങൾക്കൊരു സൺഡേ സ്കൂള് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കോളനിയിലെ അനേക കുഞ്ഞുങ്ങളെ കൂട്ടി സൺഡേ വൈകുന്നേരങ്ങളിൽ സൺഡേ സ്കൂൾ എടുക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. സ്വതന്ത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്ന് വളരെ ചെറുതായിരുന്നു, രണ്ടുപേരും. ഞങ്ങൾ സൺഡേ സ്കൂൾ എടുക്കാനായിട്ട് ആ കോളനിയിലേക്ക് കടന്നുപോയി.
ഒരു വീട്ടിൽ, ഒരു കുഞ്ഞു വീട്ടിൽ ഞങ്ങൾ ഇരുന്ന്, അവിടെയുള്ള 3 കുഞ്ഞുങ്ങളും അടുത്തുള്ള ഒരുപാട് കുഞ്ഞുങ്ങളും ഞങ്ങൾ ഇരുന്ന് അവരെ വചനം പഠിപ്പിക്കുന്ന സമയത്ത് കാർമേഘം ഇരുണ്ട് മഴ ആകാശത്തിൽ ഇങ്ങനെ വരാനിടയായി. മഴ വരുന്നത്, കാർമേഘം ഇരുണ്ട് മഴ വരുന്നത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഷൈനിക്ക് വല്ലാത്ത വിഷമം വന്നു. കാരണം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഞങ്ങൾ ആ സമയത്ത് ഡയറക്റ്റ് പിടിച്ച് ഞങ്ങളുടെ ടാങ്കിലേക്ക് ശേഖരിക്കുന്ന ഒരു അനുഭവം, ഒരു സാഹചര്യം അത് ഉണ്ടായിരുന്നു. അത് സ്തോത്രം. എന്നാൽ ടെറസ് ഞങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടിരുന്നു. എന്നാൽ വെള്ളം പിടിക്കാനായിട്ട് കഴിയത്തില്ല. ഏറെ നാളുകൾക്ക് ശേഷമാണ് മഴ, ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് മഴ ആ ദിവസം വന്നത്. സ്തോത്രം. വളരെ പ്രയാസപ്പെട്ട് ഇവൾ ഇരിക്കുന്ന സമയത്ത്, ഷൈനി ഇരിക്കുന്ന സമയത്ത്, അവിടെ സൺഡേ സ്കൂൾ പഠിക്കാനിരുന്ന ഒരു കുഞ്ഞ്, സ്മാർട്ടായ ഒരു കുഞ്ഞ്, സ്തോത്രം. ആ കുഞ്ഞിന്റെ അപ്പൻ മിക്കവാറും ഈ മീറ്റിംഗ് ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്മാർട്ടായിട്ടുള്ള കുഞ്ഞ് എന്റെ വൈഫിന്റെ ഷൈനിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ആന്റിയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. എന്താ കാരണം മോളെ? അത് മഴ വരുന്നോണ്ടല്ലേ, ആന്റിക്ക് വെള്ളം പിടിക്കാൻ പറ്റാത്തോണ്ടല്ലേ ആന്റിയുടെ മുഖം വാടി വരുന്നത്. അപ്പോ ആ കുഞ്ഞ് വളരെ സ്മാർട്ടാ, അവൾ ഗ്രഹിക്കാനിടയായി. കാരണം അവൾക്കറിയാം ഞങ്ങൾ മഴവെള്ളം കൊണ്ടാണ് ആ സമയത്ത് ഞങ്ങൾ കുടിക്കാനല്ല മറ്റാവശ്യങ്ങൾക്കായിട്ട് ഒരു സീസണിൽ, ഒരു ചെറിയ സീസണിൽ ഞങ്ങൾ ആ സമയത്ത് അങ്ങനെയാ കഴിഞ്ഞു വന്നിരുന്നത്. എന്നാ കുഞ്ഞുങ്ങൾക്കും അറിയാമായിരുന്നു. സ്തോത്രം. ഞാൻ ചുരുക്കി പറയട്ടെ. ആ കുഞ്ഞങ്ങനെ പറഞ്ഞു, ശക്തമായ മഴ ആ സമയത്ത് പെയ്തു. ഞാൻ ഷൈനോട് പറഞ്ഞു, ഭാരപ്പെടേണ്ട, ദൈവം നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ചു. മഴ നന്നായിട്ട് പെയ്തു. ഉള്ളിൽ ഞങ്ങൾക്ക് ഭാരം ഉണ്ടായിരുന്നു, ഈ മഴവെള്ളം പിടിക്കാൻ പറ്റിയില്ലല്ലോ, ഇനി മഴ നാളെ കാണുമോ അറിയത്തില്ല. സ്തോത്രം. എന്തായാലും മഴ ശക്തമായിട്ട് പെയ്തു. അത് കഴിഞ്ഞ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, അത് കഴിഞ്ഞ് സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരികെ വന്നപ്പോൾ ഞങ്ങൾ പാർത്ത ആ 2ാം നിലയുടെ ആ ടെറസിന്റെ മുകളിലെ പൈപ്പിൽ നിന്നും ചെറിയ തോതിൽ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഷൈനോട് പറഞ്ഞു, വെള്ളം മുഴുവനും പോയിട്ടില്ല, വെള്ളം ടെറസിന്റെ മുകളിലുണ്ട്. അപ്പോ ഷൈനി എന്നോട് പറഞ്ഞു, നമ്മളെ ടെറസ് ഒന്നും അടച്ചു വെച്ചിട്ടല്ലോ പോയത്, ആ ട്യൂബ്, ആ നാളി തുറന്നാണല്ലോ കിടക്കുന്നത് എന്ന് പറയാനിടയായി. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അകത്തു വന്നു. ഞങ്ങൾ ടെറസിലേക്ക് കയറുന്ന ആ വാതിലിന്റെ അവിടെ ഏകദേശം 1.5 അടി പൊക്കത്തോളം ആ ഡോറിന്റെ പടിക്ക് 1.5 അടിക്ക് മുകളിൽ പൊക്കമുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ ടെറസിൽ വെള്ളം നിറഞ്ഞാൽ 1.5 അടി പൊക്കത്തിലധികം വെള്ളം ആ ടെറസിൽ നിറഞ്ഞു കിടക്കാനുള്ള ശേഷി ആ സമയത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ പോയി ടെറസിന്റെ ടെറസിലേക്കുള്ള ഡോറ് തുറന്നപ്പോൾ ഞങ്ങൾ കണ്ടു അവിടെ ഏകദേശം 1.5 അടി പൊക്കത്തിൽ വെള്ളം ടെറസിൽ നിൽക്കുന്നു. വെള്ളം ഒഴുകിപ്പോകുന്ന ടെറസിലെ ആ ട്യൂബ്, ആ പൈപ്പിനടുത്തേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ കാണുന്നു കരിക്ക്, ഒരു ചെറിയ കരിക്ക് ആരോ അപ്പോൾ അടർത്തിയിട്ടതുപോലെ ഒരു കരിക്ക് വന്ന് ആ ട്യൂബിൽ, ആ പൈപ്പിൽ അടഞ്ഞിരിക്കുക. പൈപ്പ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളമൊന്നും വെളിയിൽ പോയില്ല. വെള്ളം മുഴുവനും ആ ടെറസിൽ തൂത്ത് വൃത്തിയാക്കിയിട്ട്, അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരുന്ന ആ ടെറസിൽ അന്ന് തങ്ങി നിൽക്കുവാനിടയായി. ഞങ്ങളുടെ അവിടെ ഒരു തെങ്ങാണ് ആ സമയത്ത് ബാക്കിലുള്ളത്. ആ തെങ്ങിൽ സാധാരണ ആ സമയത്ത് തേങ്ങയൊന്നും വീഴാനായിട്ടില്ല. ഇത് ഉണക്ക തേങ്ങയല്ല വീണത്, പച്ച കരിക്ക് ആരോ പറിച്ചിട്ട പോലെ ആ കരിക്ക് വീണ് വെള്ളം ഒഴുകിപ്പോകാതെ ഈ ടെറസിന്റെ നാളിയിൽ വന്ന് ആ കരിക്ക് അടഞ്ഞിരിക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ എന്ന് രാത്രി വചനം പറയുമ്പോൾ അത് ഞങ്ങളുടെ അനുഭവമാകയാൽ, ഞങ്ങളെ കാണുന്ന അനേക പ്രിയപ്പെട്ടവരുടെ അനുഭവമാകയാൽ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കരുതുന്ന വിധങ്ങൾ അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? വെള്ളത്തിന് വേണ്ടി വളരെ ഭാരപ്പെട്ട നാളുകളിൽ ഞങ്ങൾ സൺഡേ സ്കൂൾ എടുക്കുവാൻ ഒരു കോളനിയിലേക്ക് പോയ സമയത്ത് മഴ വന്നു, മഴ തിമിർത്തു പെയ്തു. പക്ഷെ ഒരല്പം വെള്ളം പോലും ഞങ്ങളുടെ ടെറസിലെ വെള്ളം പുറത്തു പോകാതെ കരിക്ക് പറിച്ചിട്ട് ആ ട്യൂബിനെ, ആ പൈപ്പിനെ അടയായി വെച്ച് ആ വെള്ളം കരുതിയ കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ കാര്യമെന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തോന്നും, എന്നാൽ അന്നത്തെ സിറ്റുവേഷനിൽ ഞങ്ങൾക്കത് വലുതായിരുന്നു. ഇന്നും ഞങ്ങൾക്കത് വലുതാ.
ദൈവം ചെയ്യുന്ന ഏത് കാര്യവും വലുതാണ്. എന്മയമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അതെ, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഫ്രീഡം സിറ്റി ചർച്ചിന്റെ ദൈവമക്കൾക്ക് ഞങ്ങൾ പറയുന്ന ഈ അനുഭവം അവർക്കറിയാം. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി ഇതൊരു എൻകറേജ്മെന്റ് ആകട്ടെ, ഒരു ഉത്തേജനമാകട്ടെ. നമ്മെ ദൈവം കരുതും. നമ്മെ കരുതാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. നമ്മെ കരുതാൻ, നമുക്ക് വേണ്ടി കരുതാൻ, നമ്മെ കരുതാൻ, നമുക്ക് വേണ്ടി കരുതാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അവൻ കരുതുന്നത് പോലെ ഇന്നുവരെയും ആരും ഞങ്ങളെ കരുതിയിട്ടില്ല. ദൈവം കരുതുന്നത് പോലെ ഇന്നുവരെ ആരും ഞങ്ങളെ കരുതിയിട്ടില്ല. ദൈവം കരുതുന്നത് പോലെ ആരും നമ്മെ കരുതുവാനില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വചനം ഒന്ന് ചേർന്ന് പറയാമോ? അവൻ നമ്മെ കരുതുന്ന ദൈവമാകുകയാണ്. നിന്റെ ഭാരം എത്ര വലുതാണെങ്കിലും, നിന്റെ വേദന എത്ര വലുതാണെങ്കിലും, നിന്റെ രോഗം എത്ര വലുതാണെങ്കിലും, നിന്റെ ചിന്താകുലതകൾ എത്ര വലുതാണെങ്കിലും, നിന്റെ ഭയപ്പാടുകൾ എത്ര വലുതാണെങ്കിലും, നിന്റെ നീറ്റുന്ന വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല. നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ഞങ്ങൾ ഒരുവരെ അറിയുന്നു, അവൻ കരുതുന്ന ദൈവമാണ്. വചനം പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ, ധൈര്യത്തോടെ ഇടാം. ഇംഗ്ലീഷിൽ പറയുന്നു, cast your burden, cast your care, cast it, എറിയുക. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശു കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്ന്, നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്ത് തിന്നുമെന്ന് വിചാരപ്പെടരുത്. എന്ത് ഉടുക്കുമെന്ന് വിചാരപ്പെടരുത്. എന്ത് തിന്നുമെന്ന് ജീവനായി വിചാരപ്പെടരുത്. എന്തൊടുക്കുമെന്ന് ശരീരത്തിനായി വിചാരപ്പെടരുത്. നാം എന്ത് തിന്നണമെന്നും എന്തൊടുക്കണമെന്നും കർത്താവിനറിയാം. അവൻ കരുതിയിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് നമ്മുടെ കരങ്ങളിൽ അത് തരുവാൻ ശക്തനാണ്. വീണ്ടും വചനം പറയുന്നു. എന്താ പറയുന്നത്? ആഹാരത്തെക്കാൾ ജീവനും. എന്താ കർത്താവ് ഇത് പറയാൻ കാര്യം? ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആഹാരത്തെക്കാൾ ജീവനും. എന്താ കർത്താവ് ഇത് പറയാൻ കാര്യം? മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ആഹാരത്തെക്കാൾ ജീവൻ വലുതെന്ന് കർത്താവ് പറയുന്നു. കാരണം ആഹാരം പെരിഷബിൾ ആണ്, ജീവൻ ഇംപെരിഷബിൾ ആണ്. ആഹാരം നശിച്ചു പോകുന്നതാണ്, ആഹാരം ഭൗമികമാണ്. ജീവൻ നശിച്ചു പോകാത്തതാണ്, ജീവൻ നിത്യമാണ്. അതുകൊണ്ട് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ആഹാരത്തെക്കാൾ വലുതാ ജീവൻ, ആഹാരത്തെക്കാൾ വലുതാ നിത്യജീവൻ. അതുകൊണ്ട് നിത്യജീവന് വേണ്ടി കരുതിയാൽ, നിത്യരക്ഷയ്ക്ക് വേണ്ടി കരുതിയാൽ, ജീവന് വേണ്ടി കരുതിയാൽ, നിന്നെ തിന്നേണ്ടതെന്ന് അവൻ കരുതും. മനസ്സിലാകുന്നത് ഞാൻ പറയുന്ന കാര്യം? കർത്താവ് പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ജീവന് വേണ്ടി കരുതാൻ നാം തയ്യാറാണെങ്കിൽ, വചനം പറയുന്നു, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാൽ അവന്റെ ആത്മാവിനെ അവൻ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അവന്റെ ആത്മാവിനെ, അവന്റെ ജീവനെ അവൻ നഷ്ടമാക്കിയാൽ, രക്ഷയെ അവൻ നഷ്ടമാക്കിയാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തെ അവൻ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ആഹാരത്തെക്കാൾ ജീവൻ വലുതാണ്, ആഹാരത്തെക്കാൾ നിത്യജീവൻ വലുതാണ്. അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടി കരുതുവാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനു വേണ്ടി പ്രയാസപ്പെടേണ്ട. നാം നിത്യജീവന് വേണ്ടി കരുതിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ അനുഭവം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ ഞങ്ങൾ പോയത് കൊണ്ട് വെള്ളം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്നു, ആഹാരത്തെക്കാൾ ജീവൻ വലുതാണ്. ഇന്ന് രാത്രി ജീവന് വേണ്ടി കരുതാം. ഇന്ന് രാത്രി നമ്മുടെ ജീവന് വേണ്ടി കരുതാം. ഇന്ന് രാത്രി നമ്മുടെ നിത്യജീവന് വേണ്ടി കരുതാം. നമ്മുടെ നിത്യരക്ഷയ്ക്കായി കരുതാം. ദൈവത്തിന്റെ കഥാവായിട്ടുള്ള ബന്ധത്തിനായിട്ട് കരുതാം.
നിത്യജീവന് വേണ്ടി നമുക്ക് കരുതുവാനുള്ളത് ദൈവത്തിന്റെ വചനമാണ്. നിത്യജീവന് വേണ്ടി നമുക്ക് കരുതുവാനുള്ളത് ദൈവിക വചനമാണ്. Praise the Lord. ഉടുപ്പിനേക്കാൾ ശരീരം വലുതാണെന്നാണ് കർത്താവ് പറയുന്നത്. ഉടുപ്പിനേക്കാൾ ശരീരം വലുത്. അപ്പൊ ജീവൻ വലുത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവമക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രിയരെ സ്നേഹിതരെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ജീവൻ വലുത്, ശരീരം വലുത്. സ്വത്രം. ശരീരം വലുതെന്ന് പറഞ്ഞാൽ ഈ മണ്ണാകുന്ന ശരീരം വലുതെന്ന് കർത്താവ് ഉദ്ദേശിച്ചതിന്റെ കാര്യം എന്നറിയോ? ഈ ശരീരത്തെ നാം കെയർ ചെയ്യണം, ഈ ശരീരത്തെ നാം സൂക്ഷിക്കണം. കാരണം വചനം പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശരീരങ്ങളിൽ വസിക്കുന്നു. ഇത് ദൈവത്തിന്റെ മന്ദിരമായ ശരീരമായതുകൊണ്ട് ഈ ശരീരം വലുതാണ്. ഇത് കർത്താവിന് വാസം ചെയ്യാനുള്ള ശരീരമാണ്. അതുകൊണ്ട് ശരീരത്തെ നാം കരുതണം, ശരീരത്തെ നാം സൂക്ഷിക്കണം. അതിനേക്കാൾ മുമ്പ് ജീവനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ആഹാരത്തിന് വേണ്ടി ഭാരപ്പെടണ്ട, ഉടുപ്പിന് വേണ്ടി ഭാരപ്പെടണ്ട, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. ആത്മീയ കാര്യങ്ങളെ ഓർത്ത് നാം ഭാരപ്പെട്ടാൽ, ആത്മീയമായത് കരുതുവാൻ ശ്രമിച്ചാൽ, നമുക്ക് വേണ്ടിയത് എല്ലാം നമ്മുടെ കർത്താവ് കരുതുവാൻ വിശ്വസ്തനാണ്. ഇന്നലെ അവൻ നമുക്കായി കരുതി, ഇന്നും അവൻ നമുക്കായി കരുതുന്നു, നാളെ നമ്മുടെ കർത്താവ് നമുക്കായി കരുതും. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നലെ അവൻ നമുക്കായി കരുതി, ഇന്ന് അവൻ നമുക്കായി കരുതുന്നു, നാളെ കർത്താവ് നമുക്കായി കരുതും. ഹല്ലേലൂയ. കാരണം ആഹാരത്തെയും ഉടുപ്പിനെയും കുറിച്ച് വിചാരപ്പെടുന്നത് ജാതികളാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ജാതികൾ ഇവയെ കുറിച്ച് വിചാരപ്പെടുന്നു. എന്നാൽ തന്റെ മക്കൾക്കായി കരുതുവാൻ നമ്മുടെ കർത്താവിനറിയാം. നമ്മുടെ ഫിസിക്കൽ ചിൽഡ്രന് വേണ്ടി, നമ്മുടെ ജഡസന്തതികൾക്ക് വേണ്ടി കരുതുവാൻ നമുക്കറിയാമെങ്കിൽ, അവർക്കായി ചരിതിച്ചു വയ്ക്കുവാൻ ഓരോ അപ്പനും അമ്മയ്ക്കും അറിയാമെങ്കിൽ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നമുക്ക് എന്തു വേണമെന്നറിയാം പ്രിയരെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നു. എന്നെ കരുതും, എന്നെ പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും, ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ മറവിൽ എന്നെ മറയ്ക്കും. ഈ പാട്ട് പാടുമ്പോൾ ചില ജീവിതങ്ങളിൽ ചില കരുതലിന്റെ കരങ്ങൾ വെളിപ്പെടട്ടെ. ചില ജീവിതങ്ങളിൽ ചില ദൈവിക കരുതലിന്റെ കരങ്ങൾ വെളിപ്പെടട്ടെ. ചില ഭവനങ്ങളിൽ ചില കരുതലുകൾ വെളിപ്പെടട്ടെ. ചില കരുതലിന്റെ കരങ്ങൾ വെളിപ്പെടട്ടെ. ഓ, ചില സ്നേഹിതരുടെ കരുതലിന്റെ കരങ്ങൾ വെളിപ്പെടട്ടെ. സഹായികളുടെ കരുതലിന്റെ കരങ്ങൾ വെളിപ്പെടട്ടെ. ദൈവത്താൽ വെളിപ്പെടട്ടെ. ആമേൻ. ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാമോ? എന്നെ കരുതൂ, എന്നെ പുലർത്തൂ. ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാമോ? എന്നെ കരുതും
ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വടക്കാമോ? ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ ദേശത്തിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുവാൻ നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി അതേ സ്തോത്രം പല വിഷയങ്ങളിൽ ഷെയർ ചെയ്ത ദൈവമക്കളെ ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞങ്ങൾ ഓർക്കുന്നു. അതേ സ്തോത്രം നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളോട് ചേർന്ന് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മുഖം ഇന്ന് രാത്രി നമുക്ക് അന്വേഷിക്കാം. പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ മുഖം ഇന്ന് രാത്രി നമുക്ക് അന്വേഷിക്കാം. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന കർത്താവ്, നമ്മുടെ രട്ടിനെ അഴിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തുന്നതാണ്. സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കുന്ന താക്കോൽ, സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കാൻ ശക്തിയുള്ള താക്കോൽ നമ്മുടെ കരങ്ങളിൽ കർത്താവ് തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ വചനം പറഞ്ഞ്, കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ പറഞ്ഞ് ഇന്ന് രാത്രി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തില്, ഈ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവിക താക്കോൽ ചില ഹൃദയങ്ങളെ കൂടെ ഇന്ന് രാത്രി തുറക്കട്ടെ. ആർക്കും തുറക്കുവാൻ പറ്റാത്ത ചില വിഷയങ്ങളിൽ ഇന്ന് രാത്രി ദൈവശക്തി താക്കോൽ പോലെ പ്രവർത്തിക്കട്ടെ. ഇന്ന് രാത്രി ദൈവശക്തി പ്രവർത്തിക്കട്ടെ. ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി കർത്താവ് തുറക്കട്ടെ. ചില ഭവനങ്ങളെ കർത്താവ് ഇന്ന് രാത്രി തുറക്കട്ടെ. ചില കുഞ്ഞുങ്ങളെ ഹൃദയങ്ങളെ കർത്താവ് ഇന്ന് രാത്രി തുറക്കട്ടെ. ചില യൗവനക്കാരുടെ ഹൃദയങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമം തുറക്കട്ടെ. രാത്രി ഞങ്ങളെ കാണുന്ന മാതാക്കളെ, പിതാക്കന്മാരെ, ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ചേർന്ന് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ?
കഴിഞ്ഞ ചില ആഴ്ചകളായി അതേ സ്തോത്രം, അതേ കുഞ്ഞുങ്ങൾ അതേ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ന്യൂസുകൾ പലതും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന പല വിഷയങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ആത്മഹത്യ ചെയ്യുന്നു. അതിന്റെ കാരണങ്ങൾ ഏതുമാകട്ടെ, ഇന്ന് രാത്രി പൈശാചിക മണ്ഡലം വളരെ ശക്തമായി അതേ യൗവനക്കാരുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ അധികാരങ്ങൾ അതേ കുഞ്ഞുങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നു. ആത്മഹത്യയുടെ പ്രേരണകളെ അവരുടെ ഉള്ളങ്ങളിൽ നൽകുന്നു. ഇരുട്ട്, അന്ധകാരം അവരുടെ ഉള്ളങ്ങളിൽ ആത്മഹത്യയുടെ പ്രേരണകൾ നൽകുന്നു. ഇന്ന് രാത്രി നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അത് സ്മാർട്ട് ഫോൺ ഇല്ലാതെ, അതേ സ്തോത്രം, അതേ ടാബ്ലറ്റുകളോ ടെലിവിഷനുകളോ ഇല്ലാതെ വല്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവർക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കായി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യൗവനക്കാർ അഡിക്ഷനിൽ നിന്ന് അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ സാന്നിധ്യം ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി സ്പർശിക്കട്ടെ. യേശുവിന്റെ സാന്നിധ്യം ചില ഉള്ളകളെ ഇന്ന് രാത്രി സ്പർശിക്കട്ടെ. നമ്മുടെ കേരളത്തോട് കർത്താവ് മനസ്സറിയട്ടെ. നമ്മുടെ പട്ടണത്തോട് കർത്താവ് മനസ്സറിയട്ടെ. നമ്മുടെ ദേശങ്ങളോട് കർത്താവ് മനസ്സറിയട്ടെ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരതത്തോട് കർത്താവ് മനസ്സറിയട്ടെ. 3 ലക്ഷത്തിലധികം ആൾക്കാര് അതേ സ്തോത്രം ഇതിനോടകം ഹല്ലേലൂയ കൊറോണയാൽ അഫക്റ്റഡ് ആയിരിക്കുകയാണ്. അതേ സ്തോത്രം, പല സ്റ്റേറ്റുകളിൽ വീണ്ടും കൊറോണ ഹല്ലേലൂയ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവര്, കുടുംബ തകർച്ചകളാൽ ഭാരപ്പെടുന്നവര്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവര്, രോഗികളായി ഭാരപ്പെടുന്നവര്, ഇന്ന് രാത്രി നമ്മുടെ വിഷയങ്ങളെ സ്തോത്രത്തോടെ നാം കേട്ട വചനത്തെ ആശ്രയിച്ചുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാകിയാൽ, അവൻ നമുക്കായി കരുതുന്ന ദൈവമാകിയാൽ, നമ്മുടെ തലമുറകൾക്കായി കരുതുന്ന ദൈവമാകിയാൽ, നമ്മുടെ തലമുറകൾക്കായി കരുതുന്ന ദൈവമാകിയാൽ, ഭവനത്തിന് വേണ്ടി അവൻ കരുതുന്ന ദൈവമാകിയാൽ, ഇന്ന് രാത്രി സകല ചിന്താകുലവും കർത്താവിന്റെ പേരിടാം. ആമേൻ, 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 ആമേൻ. നാം ചിന്താകുലരാകുമ്പോൾ നമ്മുടെ കർത്താവ് ജീവിക്കുന്നില്ല എന്നാണ് നാം ഇൻഡയറക്ട്ലി പറയുന്നത്. ഇന്ന് രാത്രി ചിന്താകുലരാകാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗൾഫ് നാടുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഗൾഫ് കൺട്രീസിനായി പ്രാർത്ഥിക്കാമോ? അതേ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരൻ, ഒരു കർത്തദാസൻ അതേ ഇറ്റലിയിൽ നിന്ന് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അതേ ഇറ്റലിക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു ചെറിയ സഭ 35 പേര് കൂടുന്ന ഒരു ചർച്ചിന്റെ പാസ്റ്ററായി അതേ ഇറ്റലിയിൽ താൻ സേവനം, റോമിൽ താൻ സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ന് രാത്രി ആ സഭയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇറ്റലിയിലെ ആ കർത്തദാസന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച മുതൽ അവർ ആരാധന ആരംഭിച്ചിരിക്കുകയാണ്. ഇറ്റലിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പൈശാചികതകൾ വീണ്ടും അരങ്ങേറുന്നു. പൈശാചികതകൾ, വർഗീയ ചിന്തകൾ വീണ്ടും അരങ്ങേറുന്നു. എവിടെ വർഗീയ ചിന്തകൾ ഉണ്ടോ അവിടെ സ്നേഹം നഷ്ടമാകുന്നു, അവിടെ ദൈവസ്നേഹം നഷ്ടമാകുന്നു, അവിടെ സമാധാനം നഷ്ടമാകുന്നു. വർഗീയതകൾ പെരുകുന്നെടുത്ത് സമാധാനം നഷ്ടമാകുന്നു, സന്തോഷം നഷ്ടമാകുന്നു, ശത്രുത്വം പെരുകുന്നു, കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു, അസമാധാനം പെരുകുന്നു. ഇന്ന് രാത്രി നമുക്ക് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഗൾഫ് കൺട്രീസ് രാജ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാം ഏവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് പരിഹാരം തരും ഈ ആഴ്ച തന്നെ എന്നുള്ള വിശ്വാസത്തോടെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുരുക്കമായി ഷൈനിസ്മയത്തെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയെ സ്തുതിക്കുവാൻ, ബഹുത്തപ്പെടുത്തുവാൻ കർത്താവേ ഈ നല്ല രാത്രികാലം ദൈവം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന അപേക്ഷിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അതിന് ശാശ്വതമായ ഒരു പരിഹാരം തരുവാൻ അങ്ങയുടെ കരങ്ങളിൽ കർത്താവേ അത് സുരക്ഷിതമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സകല വ്യാധികളെ നീക്കുവാൻ, സകല ഭാരങ്ങളെ നീക്കുവാൻ, സകല വേദനകളെ നീക്കുവാൻ, സകല അന്ധകാരങ്ങളെ നീക്കുവാൻ, സകല പോരാട്ടങ്ങളെ നീക്കുവാൻ കഴിഞ്ഞ
കഴിവുള്ള ഒരു സർവശക്തൻ ഞങ്ങൾക്കുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ഒന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. റോമിനായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസൻ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നല്ലോ. ഒരു സഭയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങനെ കർത്താവെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപേക്ഷിച്ച് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ സ്തോത്രം. അപ്പാ ഗൾഫിലായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവമേ അവരുടെ വിഷയങ്ങളുമേ ദൈവം പ്രവർത്തിക്കണമേ കർത്താവെ. ദിവസങ്ങളിൽ മഹാമാരിയാൽ ഭാരപ്പെടുന്ന ദേശങ്ങളെ കർത്താവെ വ്യക്തികളെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഇതിനമേ ദൈവം തന്നെ തൊട്ട് സൗഖ്യമാക്കുവാൻ കഴിയുന്നൊരു കരമാകെ നന്ദിയോടെ സ്തോത്രം. എന്റെ കർത്താവെ ദേശത്തേക്കും സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല കർത്താവെ. വളരെ ഭീതിയിലും ഞെരുക്കത്തിലും നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവിനെ നോക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുമാറാകണമേ. ഈ കർത്താവെ നാളുകളില് ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ കർത്താവേ. കർത്താവ് പറഞ്ഞിരിക്കുന്നതും കർത്താവെ സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിലും വിഷയങ്ങളെ ദൈവം പ്രവർത്തിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. യഹോവ ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കർത്താവേ ഇല്ലെങ്കിൽ സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാൽ ഞങ്ങളുടെ ഹൃദയം ഭയപ്പെടാതെ വേണം കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള കർത്താവേ. അങ്ങയുടെ പുണ്യകരത്തിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നപ്പാ. എന്റെ ദൈവം എല്ലാവരെയും ഇവിടെ സഹായിക്കുമാറാകണമേ. ഈ ലൈവിലൂടെ കർത്താവെ കണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. ദൈവമക്കൾക്കായി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്റെ കർത്താവെ. ഞങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ ഞരങ്ങുന്നു ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ കരുതുന്ന ഒരു കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ പിന്നെയോടൊന്ന് സഹായിക്കണമേ. ഇത്രത്തോളം നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിയോടൊന്ന് കർത്താവ് തന്നെ നിയന്ത്രിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. വീണ്ടും നമുക്ക് ചേർന്ന് പാടി 1-2 കോർസസ് കൂടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്ന് ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനായി. ഇന്ന് രാത്രി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുതുന്ന കർത്താവിനെയാ, കരുതുന്ന കർത്താവിനെയാ. ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. എന്ത് ഞാൻ പകരം നൽകും, ഒന്നും നമ്മുടെ കരകളിലില്ല. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ, നീ ഓർത്തതിനാൽ, നീ എന്നെ മാനിച്ചതിനാൽ, ഓ എന്റെ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിന്റെ സൗഖ്യത എന്നെ വലിയവനാണ്. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനാ. യേശുവേ, നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും
നൽകും. എന്ത് ഞാൻ പകരം നൽകും കർത്താവേ? ഓ നീ കരുതലിനായി യേശുവേ, നീ ഓർത്തതിനായി, എന്നെ മാനിച്ചതിനാൽ, എന്നെ മാനിക്കുന്ന ദൈവം. ഈ രാത്രി ഒരു പ്രോഫസിയാണ്, ഇതൊരു പ്രോഫസിയാണ് ഇന്ന് രാത്രി. ഓ കർത്താവ് ചിലരെ മാനിക്കാൻ പോകുന്നു. ലക്ഷത്തിലെ നിന്ദകളെ കർത്താവ് ഉരുട്ടുവാൻ പോകുന്നു. ഗീകാലാക്കി കർത്താവ് ചിലരെ തീർക്കുവാൻ പോകുന്നു. നിന്നെ മാനിക്കുന്ന ദൈവം ജീവിക്കുന്നു, നിന്നെ ഉയർത്തുന്ന ദൈവം ജീവിക്കുന്നു. അവൻ ഉന്നതനാണ്. ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളോ
Hallelujah. Hallelujah. രക്തത്താൽ ചെയ്യാം. The reason we live is to worship the Lord. Amen. Hallelujah. Hallelujah. നാം ജീവിക്കുന്നതിന്റെ ഏക കാരണം കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നതിന്റെ റീസൺ അങ്ങേ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. Amen. ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമാണ്. Amen. ഞങ്ങൾ ശ്വസിക്കുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഓടുന്നത്, അധ്വാനിക്കുന്നത് എല്ലാം അങ്ങേക്ക് വേണ്ടി മാത്രമാകട്ടെ. ജീസസ്. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനത്തെ പിന്നെയും അറിയിക്കുന്നു. ചില മിനിറ്റുകൾ കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് പിന്നെയും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം, മൈനർ പ്രോഫറ്റ്സിലെ യോവേൽ പ്രവാചകന്റെ, ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ നമ്മൾ വായിക്കുന്നു. മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആമേൻ, ആമേൻ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിച്ച വേദഭാഗം അതാണ്. യോവേൽ, മൈനർ പ്രോഫറ്റ്സ്, ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു യോവേൽ. ചെറിയ പ്രവാചകന്മാർ എന്ന വചനത്തിൽ വിളിക്കുന്ന 12 പുസ്തകങ്ങളുണ്ട്. അവരെ ചെറിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത് അവർ ആളിൽ ചെറുതായത് കൊണ്ടല്ല. ചെറിയ പ്രവാചകന്മാർ എന്ന് പറയുവാൻ കാരണം അവരുടെ ശുശ്രൂഷ കാലഘട്ടം വളരെ ചെറുതായിരുന്നു. അവരുടെ ശുശ്രൂഷയുടെ ദൈർഘ്യം വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് അവരുടെ പുസ്തകങ്ങളും ചെറുതാണ്. അതുകൊണ്ടാണ് അവരെ ചെറിയ പ്രവാചകന്മാർ എന്ന വചനത്തിൽ നാം അതെ വിശേഷിപ്പിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം, യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ദൈവം എന്നാണ്. യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരമാധികാരിയായ ദൈവം, ചരിത്രത്തിന്റെ മേൽ പരമാധികാരമുള്ള ദൈവം. ഹല്ലേലൂയ. ചരിത്രത്തിന്റെ മേൽ പരമാധികാരിയായ, സകലത്തിന്റെ മേലും ഉത്തരവാദിത്വമുള്ള പരമാധികാരിയായ ദൈവത്തെയാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം പ്രസന്റ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് സന്തോഷമുള്ള എത്ര പേരുണ്ട്? സകലത്തെയും നിയന്ത്രിക്കുന്ന പരമാധികാരിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവല്ലഭനായ, സർവ അധികാരിയായ ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്. ആ ദൈവത്തിന്റെ മക്കൾ അറിയപ്പെടുന്നതിൽ ഇന്ന് രാത്രി സന്തോഷമുണ്ട്. ചരിത്രത്തിന്റെ മേൽ പരമാധികാരിയായ ദൈവത്തെ കുറിച്ച് യോവേൽ പ്രവാചകൻ പറയുമ്പോൾ ഈ കാലഘട്ടത്തിനും അത് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ ലൈഫിന്റെ, നമ്മുടെ സാഹചര്യങ്ങളുടെ, ലോകത്തിന്റെ മേൽ പരമാധികാരം നമ്മുടെ ദൈവത്തിനാണ്. എന്തെല്ലാം ചുറ്റുപാടിൽ സംഭവിച്ചു എന്ന് വന്നാലും, ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടന്നു എന്ന് വന്നാലും, ഇന്ന് രാത്രി നാം ഒരുമിച്ച്, ഞങ്ങളെ കാണുന്ന ദൈവമക്കൾ, ഞങ്ങളെ കാണുന്ന സ്നേഹിതർ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരേ സ്വരത്തിൽ പറയും, ഞങ്ങൾ യോവേലിന്റെ ദൈവത്തെ ഉയർത്തുന്നു. ചരിത്രത്തിന്റെ മേൽ പരമാധികാരമുള്ള ദൈവം, രാജ്യങ്ങളുടെ മേൽ പരമാധികാരിയായ ദൈവം, അധികാരങ്ങളുടെ മേൽ പരമാധികാരിയായ ദൈവം, അവൻ രാജാക്കളുടെ മേൽ വാഴുന്ന ദൈവം. അവൻ രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നു, രാജാക്കന്മാരെ നീക്കുന്നു. സർവശക്തനും, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം. ഇതുപോലൊരു ദൈവം വേറെ ഇല്ല. ഇന്ന് രാത്രി ആ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. മൂപ്പന്മാരെ ഇത് കേൾപ്പിൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ, ദേശത്തിലെ നിവാസികളെല്ലാം ഇത് കേൾക്കണം കേട്ടോ, ചെവിക്കൊള്ളണം കേട്ടോ. നിങ്ങളുടെ കാലത്തോ, ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കാലത്തോ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും മതി. ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായി വളരെ സാമ്യമുള്ള, വളരെ അപ്ലിക്കബിൾ ആയ, വളരെ ബന്ധമുള്ള
വചനമായി രാത്രി നമ്മൾ വായിക്കുവാനിടയായത്. നിങ്ങളുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിലപ്പോൾ എത്ര വയസ്സായിട്ടുള്ളത് എനിക്കറിയത്തില്ല. ഏറ്റവും കൂടി വന്നാൽ 80 വയസ്സായി കാണും, അല്ലെങ്കിൽ 85 വയസ്സായി കാണും, അല്ലെങ്കിൽ 90 വയസ്സായി കാണും. എന്നാൽ നിങ്ങൾ പുറകോട്ടോ ഒന്ന് തിരിഞ്ഞൊന്ന് ചിന്തിച്ച്, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് സംഭവിച്ചതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് സംഭവിക്കുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടോ? കേരളത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രളയമുണ്ടായി, ഒരു വലിയ പ്രളയം കേരളത്തിലുണ്ടായി. അതേ സ്തോത്രം, അത് ഏകദേശം 100 വർഷത്തിനകത്ത് വെച്ച് സംഭവിച്ച പ്രളയമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കാണുന്നു കൊറോണ ലോകത്തെ പിടിച്ചിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മളോട് ചോദിക്കുന്നു, ഇന്നത്തെ പശ്ചാത്തലത്തിൽ ദൈവമക്കളോട് ചോദിക്കുന്നു, ഇങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? കർത്താവ് നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളിൽ നിന്ന് ഒരു ഉത്തരം കർത്താവ് പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളിൽ നിന്ന് ഒരു ആൻസർ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ചോദ്യം ചോദിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ഉത്തരം പ്രതീക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നമ്മിൽ നിന്ന് എന്താ കർത്താവ് പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്താ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം കേട്ടിട്ടില്ലാത്തത് കേൾക്കുന്നു, നാം കണ്ടിട്ടില്ലാത്തത് കാണുന്നു, നാം അറിഞ്ഞിട്ടില്ലാത്തത് അറിയുന്നു. കൊറോണയുടെ വിഷയം മാത്രമല്ല, കൊറോണ രോഗം മാത്രമല്ല, അതെ, നമുക്ക് ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അനർത്ഥങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഹൃദയഭേദകമായ വിഷയങ്ങൾ, കുടുംബങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ, യൗവനക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, ആത്മഹത്യകളുടെ വിഷയങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അതേ സ്തോത്രം, അതേ കാലം, അതേ സ്തോത്രം, അവർ മരിച്ചു വീഴുന്ന അനുഭവങ്ങൾ, ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുന്നു, ഇങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ടോ? യെരമ്യാ പ്രവചനം 51-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ബുക്ക് ഓഫ് ജെറമയ, യിരെമ്യാവിന്റെ പ്രവചനം 51-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും, ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും, ഒരാണ്ടിൽ ഒരു വർത്തമാനവും. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന കാര്യം ഇതാണ്, ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ടോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും, ഒരാണ്ടിൽ ഒരു വർത്തമാനം, പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനം, പിറ്റേയാണ്ടിൽ വേറൊരു വർത്തമാനം. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനമാണ് നമ്മോട് കർത്താവ് സംസാരിക്കുന്നത്. യെരമ്യാ പ്രവാചകൻ പറയുന്നു, ദേശത്ത് കേൾക്കുന്ന വർത്തമാനം, ദേശത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ, ഒരാണ്ടിൽ ഒരു വർത്തമാനം, ഒരാണ്ടിൽ നിപ്പായുടെ വർത്തമാനം, പിറ്റേ ആണ്ടിൽ അതേ ആ തക്കാളിപ്പനിയുടെ വർത്തമാനം, ഒരാണ്ടിൽ പ്രളയത്തിന്റെ വർത്തമാനം, പിറ്റേ ആണ്ടിൽ കൊറോണയുടെ വർത്തമാനം. ഹല്ലേലൂയ. ഒരാണ്ടിൽ ഭയപ്പെടുത്തുന്ന ഒരു വർത്തമാനം, പിറ്റേയാണ്ടിൽ വേറൊരു വർത്തമാനം. ഇപ്പോൾ പിറ്റേയാണ്ടാകുന്നില്ല, ആ ആണ്ടിൽ തന്നെ പല വർത്തമാനങ്ങളാണ്. ഒരേ ആണ്ടിൽ തന്നെ പല വർത്തമാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുക. ഭയപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ, ആശങ്കപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ. വായിച്ചേ, യിരെമ്യാ പ്രവചനമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു. ബുക്ക് ഓഫ് ജെറമയ 51:46. യിരെമ്യാവ് 51-ന്റെ 46-ാം വാക്യം പറയുന്നു, ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും, ഒരാണ്ടിൽ ഒരു വർത്തമാനം, പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനം, പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും, സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും, സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും, സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുന്നു. നേരത്തെ ഇല്ലാത്ത സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുന്നു. നേരത്തെ കണ്ടിട്ടില്ലാത്ത സാഹസകൃത്യങ്ങൾ ഭവനങ്ങളിൽ നടക്കുന്നു. നേരത്തെ കണ്ടിട്ടില്ലാത്ത സാഹസകൃത്യങ്ങൾ രാജ്യങ്ങളിൽ നടക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് യോവേൽ പ്രവചനത്തിൽ ചോദിക്കുന്നത്, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ യിരെമ്യാവിൽ കർത്താവ് ഒരു വാഗ്ദത്തം കൂടെ ദൈവമക്കൾക്ക് തരുന്നുണ്ട്. ഈ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെടുകയും അരുത്. ദൈവമക്കളോട് കർത്താവ് അത് പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ അവിടെ പറയുന്നത്, ശേഷിപ്പായി ഇസ്രായേലിൽ ശേഷിച്ചിരുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ശേഷിപ്പിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്. ദൈവജനം ഭയപ്പെടരുത്, ദൈവജനം ഭ്രമിക്കരുത്. കാരണം
നാം ദേശത്ത് ഈ വർത്തമാനങ്ങൾ കേൾക്കേണ്ടതാകുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും. ലോകത്തിൽ ക്ഷാമമുണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ജാതിയോട് എതിർക്കും, രാജ്യത്തോട് എതിർക്കും. അന്ത്യകാല ലക്ഷണങ്ങളെല്ലാം ലോകത്തിൽ സംഭവിക്കേണ്ടതാകുന്നു. ശാസ്ത്രം പുരോഗതി കൈവരിച്ചിരിക്കുന്നു. ശാസ്ത്രം വളരുവാനിടയായി. അതേ സ്തോത്രം. മനുഷ്യനെ എത്തിപ്പിടിക്കുവാൻ ഇനി ഒന്നുമില്ല. മനുഷ്യന്റെ സയന്റിഫിക് വേൾഡ് സകലവും കണ്ടുപിടിക്കുന്നു. ഓരോ കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് മനുഷ്യൻ അത് ഗണിച്ചറിയുന്നു. മഴ വരുന്നതിന് മുമ്പ് മഴ വരുമെന്ന് മനുഷ്യൻ പറയുന്നു. അതേ സ്തോത്രം. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപ് അത് പ്രവചിക്കുന്നു, അതങ്ങനെ സംഭവിക്കുന്നു. കൊടുങ്കാറ്റ് വരുന്നതിന് മുൻപ് അത് പ്രവചിക്കുന്നു, അതങ്ങനെ സംഭവിക്കുന്നു. അതേ സ്തോത്രം. എന്നാൽ മനുഷ്യർക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ രോഗം ഇപ്പോൾ ലോകത്തെ പിടിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനും അത് കാണുവാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യന്റെ റഡാറിലും അത് പ്രത്യക്ഷപ്പെട്ടില്ല. ഒരു ശാസ്ത്ര ലോകത്തിനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ശാരീരിക ഘടനയാണ് സകല സൃഷ്ടിപ്പിന്റെയും മനുഷ്യന്റെ സകല കണ്ടുപിടുത്തങ്ങളും ദൈവത്തിന്റെ കോപ്പിയാണ്. ദൈവം ചെയ്തതിന്റെ കോപ്പിയാണ് മനുഷ്യന്റെ സകല കണ്ടുപിടുത്തങ്ങളും. നമ്മുടെ ശാരീരിക ഘടനയാണ് കണ്ടുപിടുത്തത്തിന്റെ പിന്നിലും. മനുഷ്യൻ സകലത്തിലും വളരെ ഡെവലപ്ഡ് ആയി എന്ന് കരുതുമ്പോൾ ഇന്ന് രാത്രി ദൈവം മനുഷ്യന്റെ നിസ്സഹായതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവം നമ്മുടെ നിസ്സഹായതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവം നമ്മുടെ ശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുന്നു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നാലാമത്തെ വാക്യം യോവേൽ 1:4 വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? യോവേൽ 1:4 പറയുന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. അപ്പോൾ ഇവിടത്തെ വില്ലന്മാര് വെട്ടിക്കിളിയും പച്ചപ്പുഴുവും വിട്ടിലുമൊക്കെയാണ്. കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ അങ്ങേ ആഴ്ചയിലും നമ്മൾ വലിയ വാർത്ത കണ്ടതേ ഉള്ളൂ. അതേ സ്തോത്രം. വെട്ടിക്കിളി സമൂഹമായി വലിയ വെട്ടിക്കിളി കൂട്ടം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിന്റെ ബോർഡറുകൾ ക്രോസ് ചെയ്ത് രാജസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് ഗുജറാത്ത്, അതുപോലെ MP മധ്യപ്രദേശിന്റെ ബോർഡറുകൾ ക്രോസ് ചെയ്ത് അതേ സ്തോത്രം കഴിഞ്ഞിടയ്ക്ക് നമ്മൾ വായിച്ചു അത് ആന്ധ്രാപ്രദേശിലേക്ക് വന്നു. ഇവൻ മലബാറിന്റെ മേഖലകളിലൂടെ വരെ വെട്ടിക്കിളിയുടെ പ്രവാഹമുണ്ടായി എന്ന് വാർത്തകളിൽ നമ്മൾ വായിക്കുവാനിടയായി. കണക്ട് ചെയ്ത് ദൈവമക്കൾ വായിക്കുമ്പോൾ, ദൈവവചനം കണക്ട് ചെയ്ത് നാം വായിക്കുമ്പോൾ ഇതെല്ലാം അന്ത്യകാലത്ത് നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ കർത്താവിന്റെ വരവ് അടുക്ക വാതിൽക്കലാണ്. നിങ്ങൾ അവിടെ വായിച്ചാൽ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വാണിജ്യ മേഖലയുടെ സ്തംഭനമാണ്. യോവേൽ പറയുന്നു, സ്തോത്രം. പണ്ട് കാലത്ത് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ലാത്തത് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ കാലത്തിൽ ഇന്ന് വരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കാണുന്നു. എല്ലാ മേഖലകളിലും വലിയ സ്തംഭനം നാം കാണുകയാണ്. 4-ാമത്തെ വാക്യം വായിച്ചാൽ വാണിജ്യ മേഖല മുഴുവനും സ്തംഭിച്ചിരിക്കുന്നു. അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു കാർഷിക മേഖല മുഴുവനും സ്തംഭിച്ചിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 11, 10, 12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആത്മീയ മേഖലയും സ്തംഭിച്ചിരിക്കുന്നതായി പ്രവാചകൻ പറയുകയാണ്. ഞങ്ങളെ കേൾക്കുന്നുണ്ടോ ഇന്ന് രാത്രി? ഞങ്ങളെ കേൾക്കുന്നുണ്ടോ ഇന്ന് രാത്രി? 3 മേഖലകളെ സ്പർശിച്ചുകൊണ്ട്, 3 മേഖലകളെ ടച്ച് ചെയ്തുകൊണ്ട് യോവേൽ പ്രവാചകൻ അവിടെ പ്രവചനം പറയുന്നു. എല്ലാ മേഖലകളിലും ഒരു സ്തംഭനം ഉളവായിരിക്കുകയാണ്. അതിന്റെ കാരണക്കാരെന്താണ്? തുള്ളനാണ്, വെട്ടിക്കിളിയാണ്, വിട്ടിലാണ്, പച്ചപ്പുഴുവാണ്. എന്നാൽ അന്ന് വെട്ടിക്കിളിയായിരുന്നെങ്കിൽ ഇന്ന് കൊറോണയാണ്. മനുഷ്യനെ കാണാൻ കഴിയാത്ത ഒരു ചെറിയ അണു മനുഷ്യന്റെ താളത്തെ തെറ്റിച്ചിരിക്കുന്നു. മനുഷ്യന് കാണാൻ പറ്റാത്ത ഒരു ചെറിയ അണു മനുഷ്യന്റെ ലൈഫിനെ തകിടമറിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും ഒരു സ്തംഭനം ഉണ്ടായിരിക്കുന്നു. 3 മേഖലകളിലെ സ്തംഭനം യോവേൽ പ്രവചനം 1-ാം അധ്യായം പറയുന്നു. 3 മേഖലകൾ. വാണിജ്യ മേഖല സ്തംഭിച്ചു. ഇസ്രായേലിന്റെ വാണിജ്യ മേഖല സ്തംഭിക്കുവാനിടയായി. കാർഷിക മേഖല സ്തംഭിക്കുവാനിടയായി. ആരാധനയുടെ മേഖല എന്ന് പറഞ്ഞാൽ ആത്മീയ മേഖലയിൽ സ്തംഭിക്കുവാനിടയായി.
Praise the Lord. ഇന്ന് രാത്രി ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല കർത്താവേ, സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ കേട്ടിട്ടില്ലാത്തത് കേൾക്കുന്നു കർത്താവേ, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തത് കാണുന്നു കർത്താവേ. സമസ്ത മേഖലകളിലും സ്തംഭനമാണ് കർത്താവേ. വാണിജ്യ മേഖല സ്തംഭിക്കുന്നു കർത്താവേ. ദേശങ്ങൾ തമ്മിൽ ഹല്ലേലൂയ പൊരുത്തക്കേടുകളാണ് കർത്താവേ. ഓ, രാജ്യങ്ങളിൽ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു കർത്താവേ. സാമ്പത്തിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു കർത്താവേ. കാർഷിക മേഖല തകരുന്നു കർത്താവേ. നിന്റെ വചനം പറയുന്നത് പോലെ ആത്മീയ മേഖലയിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ആ വചനം പറയുന്നു ഹല്ലേലൂയ. വയല് മാത്രമല്ല, കൃഷിയിടങ്ങൾ മാത്രമല്ല, മുന്തിരിവള്ളി, അത്തിവൃക്ഷം, ഈന്തപ്പന, ഹല്ലേലൂയ, നാരകം, വായിച്ചോണം അത് ഇതെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. ഭക്ഷണക്ഷാമത്തെ കുറിച്ച് അവിടെ പറയുന്നു. ഫുഡ് സ്കാർസിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നു. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിലെ പ്രവചനങ്ങൾ മുഴുവനും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മറ്റൊരു കാര്യം കൂടെ നമ്മുടെ പ്രത്യാശയ്ക്കായി ഇന്ന് രാത്രി ഞാൻ പറയട്ടെ. യോവേൽ പ്രവാചകൻ നമ്മോട് പറയുന്ന ഒരു കർത്താവിന്റെ ദിവസമുണ്ട്. ഒരു കർത്താവിന്റെ ദിവസം. The day of the Lord is at hand. The day of the Lord is coming. Oh, the hand of the Lord is at hand. കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുകയാണ്. യോവേൽ പ്രവാചകൻ പറയുന്ന കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി ലോകത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, കർത്താവേ, ആ കർത്താവിന്റെ ദിവസം അടുക്ക വാതിൽക്കലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ നാം കാണുമ്പോൾ എന്ത് ചെയ്യണം? 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം എന്താ ചെയ്യേണ്ടതെന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. കർത്താവ് എപ്പോഴും ഒരു പ്രോബ്ലം നമ്മളെ ചൂണ്ടിക്കാണിച്ചാൽ, നമ്മുടെ ആത്മീയ മേഖലയിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രോബ്ലം കർത്താവ് ചൂണ്ടിക്കാണിച്ചാൽ, നമ്മുടെ സഭയിൽ ഒരു പ്രോബ്ലം കർത്താവ് ചൂണ്ടിക്കാണിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം കർത്താവ് ചൂണ്ടിക്കാണിച്ചാൽ, അതിന്റെ സൊല്യൂഷന് വേണ്ടി, അതിന്റെ പ്രതിവിധിക്ക് വേണ്ടി നീ എന്ത് ചെയ്യണമെന്നും കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്താ നാം ചെയ്യേണ്ടത്? 2-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിരുന്ന യഹോവയുടെ അരുളപ്പാട്. അവിടെ എന്നെ സ്പർശിച്ച വചനം കർത്താവ് പറയുന്നു, നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് അടിവരയിടാമോ ആ വാക്യം? 2-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് അടിവരയിടാമോ? കർത്താവ് പറയുന്നു, നിങ്ങൾ ഇപ്പോഴെങ്കിലും. ഞാൻ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും ഞാൻ വചനം ഞങ്ങളുടെ ചർച്ചിൽ സൂം മീറ്റിംഗിൽ വചനം പറഞ്ഞപ്പോൾ ഞാൻ പറയുവാനിടയായി, ഈ കാലഘട്ടത്തിൽ, ഈ പ്രത്യേക കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാത്തവരിന് രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാത്തവരിന് പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ നോക്കാത്തവരിന് ദൈവത്തെ നോക്കാൻ പോകുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഒരുങ്ങാത്തവരിന് ഒരുങ്ങാൻ പോകുന്നില്ല. കാരണം ഇതിലും വലിയൊരു കാലഘട്ടം ഇനി വരാനില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നു, യോവേൽ 2:12, ഇപ്പോഴെങ്കിലും നിങ്ങൾ. എന്നാൽ ഇപ്പോഴെങ്കിലും, ഞാൻ പിന്നെയും പറയുന്നു, എന്നാൽ നാം ഇപ്പോഴെങ്കിലും. Praise the Lord. ഈ കാര്യങ്ങൾ നാം കാണുമ്പോഴെങ്കിലും, ഈ കാര്യങ്ങളൊക്കെ നാം കേൾക്കുമ്പോഴെങ്കിലും, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോഴെങ്കിലും, ഹല്ലേലൂയ, ഇപ്പോഴെങ്കിലും കർത്താവ് പറയുന്നു, നിങ്ങൾ എങ്കിലേക്ക് തിരിയുവിൻ. Turn to God. Turn to God. Turn to God. എന്താ സൊല്യൂഷൻ? ദേശത്ത് പല വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ എന്താ സൊല്യൂഷൻ? ദേശത്ത് ഭീതി പടർത്തുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എന്താ സൊല്യൂഷൻ? ദേശത്ത് ഭീതി ഉളവാക്കുന്ന വിഷയങ്ങൾ നമ്മുടെ അടുക്കൽ കാണുമ്പോൾ, അരികത്ത് കാണുമ്പോൾ എന്താ സൊല്യൂഷൻ? ദൈവമക്കളെ, turn to God. Turn to God. എന്നോട് ചേർത്ത് പറയാമോ? Turn to God. Turn to God. ഒരുമിച്ചൊന്ന് പറയാമോ? Turn to God. ദൈവത്തിങ്കലേക്ക് തിരിയുവിൻ. ഹൃദയങ്ങളെ കീറി ദൈവത്തിങ്കലേക്ക് തിരിയുവിൻ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയുവിൻ. വസ്ത്രങ്ങളെ അല്ല, അടുത്ത വാക്യം പറയുന്നു, വസ്ത്രങ്ങളെ
ആമേൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് തിരിയുവിൻ. ആമേൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. ഈ കൊറോണ കാലത്ത് കർത്താവിന്റെ കൃപ കുറഞ്ഞു പോയിട്ടില്ല, അവന്റെ ദയ കുറഞ്ഞു പോയിട്ടില്ല, ദീർഘക്ഷമ കുറഞ്ഞു പോയിട്ടില്ല. കർത്താവിലേക്ക് തന്റെ ജനം തിരിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ അവരിലേക്ക് കർത്താവ് തിരിഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയിലേക്ക് തിരിയുവാൻ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയിട്ടില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, ദൈവത്തിങ്കലേക്ക് നമുക്ക് തിരിയാം. ദൈവത്തിങ്കലേക്ക് നാം തിരിഞ്ഞാൽ നമ്മിലേക്ക് തിരിയുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. നിങ്ങൾ എന്നിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് 2 സ്റ്റെപ്പ് വയ്ക്കും. ഇന്ന് രാത്രി നമ്മുടെ മുഖം കർത്താവിലേക്ക് ഒന്ന് തിരിക്കാമോ? ദേശത്ത് പല വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, ഭീതി ഉണർത്തുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, സാഹസകൃത്യങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, കണ്ടിട്ടില്ലാത്തത് കാണുമ്പോൾ, കേട്ടിട്ടില്ലാത്തത് കേൾക്കുമ്പോൾ, അറിഞ്ഞിട്ടില്ലാത്തത് അറിയുമ്പോൾ, ദൈവമക്കൾക്ക് കർത്താവ് സൊല്യൂഷൻ തരുന്നു. ദൈവത്തിങ്കലേക്ക് തിരിയുക, ഹൃദയങ്ങളെ കീറുക, വസ്ത്രങ്ങളെ അല്ല. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, കരച്ചിലോടെ, കണ്ണുനീരോടെ, പൂർണ്ണഹൃദയത്തോടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ മുറികൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ പ്രാർത്ഥനാ മുറികൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. മണിക്കൂറുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ദേശത്തിന് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. രാജ്യങ്ങൾക്ക് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം കരയുന്ന അനുഭവമല്ല, രാജ്യത്തിന് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ, ആത്മീയ ലോകത്തിന് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ, ദൈവസഭയ്ക്ക് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ, ദൈവ മക്കൾക്ക് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ, നശിച്ചു പോകുന്ന ആത്മീയ തലമുറകൾക്ക് വേണ്ടി കരയുന്ന അനുഭവങ്ങൾ. പ്രാർത്ഥന ജീവിതത്തിൽ ഒരു വ്യത്യാസത്തിന് രാത്രി കർത്താവ് തരുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നാം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് നമ്മിലേക്ക് തിരിയുന്നവരാണ്. കടന്നുവരെ 2-ാം അധ്യായം തന്നെ നമ്മൾ വായിക്കുന്നു. അതിന്റെ അതേ സ്തോത്രം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ദേശമേ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ വൻ കാര്യങ്ങളെ. ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാലുണ്ടല്ലോ, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാലുണ്ടല്ലോ, കർത്താവ് നമുക്ക് വേണ്ടിയ ദൂത് തരുന്ന ദൈവം. ദൈവത്തിങ്കലേക്ക് തിരിയുന്ന ദൈവജനത്തോട് കർത്താവ് പറയുന്നു, ദേശമേ നിങ്ങൾ ഘോഷിച്ച ഉല്ലസിക്കുക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ദൈവത്തിങ്കലേക്ക് നാം തിരിഞ്ഞാൽ, ദൈവത്തിങ്കലേക്ക് നാം തിരിഞ്ഞാൽ സന്തോഷിപ്പാൻ കാരണമുണ്ട്. സന്തോഷിപ്പാൻ കാരണങ്ങൾ വരും, കാരണങ്ങൾ ഉണ്ടാകും. ദൈവം നമ്മിലേക്ക് തിരിയും. അവൻ വൻ കാര്യങ്ങളെ വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പോകുകയാണ്. വൻ കാര്യങ്ങളെ വരും ദിവസങ്ങളിൽ ചെയ്യുന്ന ദൈവമാണ്. വീണ്ടും വായിച്ചേ. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. ദൈവത്തിലേക്ക് നാം തിരിയാമെങ്കിൽ ദൈവജനത്തെ അവൻ കൈവിടുന്ന ദൈവമല്ല. എവിടെയെല്ലാം നീ നഷ്ടം അനുഭവിച്ചോ, വാണിജ്യ മേഖലകളിൽ നഷ്ടം അനുഭവിച്ചോ, കാർഷിക മേഖലയിൽ നീ നഷ്ടം അനുഭവിച്ചോ, ഇന്ന് രാത്രി ദേശത്തോട് കർത്താവിന് വിളിച്ചു പറയുവാനുള്ള ഒരൊറ്റ ദൂതേ ഉള്ളൂ. ദേശങ്ങളെ, രാജ്യങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അത് ദൈവത്തിന്റെ മുഖമാണ്. അവന്റെ മുഖം അന്വേഷിപ്പിക്കുന്നു. അവങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം ഇന്ന് രാത്രി അന്വേഷിക്കുക. ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം. അങ്ങനെയെങ്കിൽ അവന്റെ മുഖത്തുനിന്ന സന്മുഖ കാലങ്ങൾ വരുവാനിടയാകും. സന്തോഷകാലങ്ങൾ വരുവാനിടയാകും. നഷ്ടപ്പെട്ടു പോയ നാളുകളെ അവൻ മടക്കി തരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. പിന്നെയും കർത്താവ് അവിടെ പറയുന്നു, അതിന് 26-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ കർത്താവ് പറയുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. 26-ാം വാക്യത്തിന്റെ അവസാനം കർത്താവ് പറയുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. 27-ന്റെ അവസാനം വായിച്ചാലും നമ്മൾ അവിടെ കാണുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു
താല്പര്യമില്ല. 2 പ്രാവശ്യം കർത്താവ് പറയുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ എത്ര പേർ തയ്യാറാണ്? വിശ്വാസത്തോടെ എത്ര പേർ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? നീ ദൈവത്തിന്റെ ജനമാണോ? നാം ദൈവത്തിന്റെ ജനമാണോ? നാം അവന്റെ ജനമാണോ? നാം അവന്റെ മക്കളാണോ? ഓ, അവനായി വിളിക്കപ്പെട്ടവരാണോ? നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദേശത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ദേശത്തിൽ എന്തെല്ലാം നാശങ്ങൾ ഉണ്ടായാലും, ദേശത്തിൽ എന്തെല്ലാം ഭീതി പലർത്തുന്ന വിഷയങ്ങൾ ഉണ്ടായാലും നിന്റെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. 2 പ്രാവശ്യം കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഉറപ്പിക്കാൻ കേട്ടോ. ഇത് 2 പ്രാവശ്യമാണ് കർത്താവ് പറയുന്നത്, എന്റെ ജനത്തിന്റെ മുഖത്തെ ഞാൻ ലജ്ജിപ്പിക്കത്തില്ല. ഇന്ന് രാത്രി നീ ലജ്ജിക്കുമെന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ, നിന്നെ ലജ്ജിപ്പിക്കുമെന്ന് വാദിക്കുന്ന ശക്തികളുടെ മുമ്പിൽ, നിന്റെ കുടുംബത്തെ ലജ്ജിപ്പിക്കുമെന്ന് വാദിക്കുന്ന ഇടങ്ങളിൽ, നിന്റെ തലമുറകളെ ലജ്ജിപ്പിക്കുമെന്ന് വാദിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ, നിന്നെ ഒരു നിന്നാപാത്രമാക്കുമെന്ന് വാദിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്നെ ലജ്ജിപ്പിക്കാത്ത കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന പറയുകയാണ്. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആലോചന പറയുകയാണ്. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ആലോചന പറയുകയാണ്. നീ ലജ്ജയുടെ വാക്കിൽ വന്നു നിൽക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നു എങ്കിലും ഇന്ന് രാത്രി നീ ഭാരപ്പെടേണ്ട. നീ ലജ്ജയുടെ വാക്കിലല്ല. നിന്റെ കുടുംബം ലജ്ജയുടെ വാക്കിലല്ല. നിന്റെ കുടുംബം ലജ്ജയുടെ വാക്കിലല്ല. നിന്റെ തലമുറകൾ ലജ്ജയുടെ വാക്കിലല്ല. നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ലോ. ലജ്ജിപ്പിക്കാത്തൊരു ദൈവം ഇന്ന് രാത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. നീ ലജ്ജിക്കപ്പെടുമെന്ന് ഭാരപ്പെടുന്ന മേഖലകളിൽ, നിന്നെ ലജ്ജിപ്പിക്കുമെന്ന് ശത്രു വാദിക്കുന്ന വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിലാകട്ടെ, അത് രോഗ വിഷയങ്ങളിലാകട്ടെ, അത് ഭവന സമാധാനത്തിന്റെ വിഷയങ്ങളിലാകട്ടെ, അത് കടഭാരത്തിന്റെ വിഷയങ്ങളിലാകട്ടെ, നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കൂനിയായ സ്ത്രീയെ പോലെ ദേശത്തിൽ നിന്നെ കുനിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ, ദേശത്തിൽ നിന്നെ കുനിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ, രക്തബന്ധങ്ങളുടെ നടുവിൽ നിന്നെ കുനിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ, നിന്റെ മുഖത്തെ കുനിയിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുഖത്തെ ആദരിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി കർത്താവ് വചനം പറയുന്നത് ഏറ്റെടുക്കുവാൻ ആത്മാവിൽ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ നാണിച്ചു പോകേണ്ടി വരികയില്ല. നിങ്ങളുടെ മുഖം കുനിയത്തില്ല. നമ്മോട് കൂടെയുള്ളവൻ വലിയവനാണ്. ഹല്ലേലൂയ. വലിയ പ്രത്യാശ തരുന്ന ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. അതിന്റെ അടുത്ത വാക്യം വായിച്ച് 28ാമത്തെ വാക്യം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാനൊന്ന് പറഞ്ഞോളട്ടെ. അതിന്റെ ശേഷമോ എന്ന് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ വലിയ ദുർഘടങ്ങൾക്ക് ശേഷം, ഈ കൊറോണ കാലത്തിന് ശേഷം, ഈ പച്ചപ്പുഴുവിന്റെയും വിട്ടിലിന്റെയും തുള്ളന്റെയും വെട്ടിക്കിളിയുടെയും സീസണ് ശേഷം, സ്വത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് മീറ്റിംഗിൽ പറയുവാനിടയായി, ഈ സീസൺ കടശി സീസണാണ്. ഈ സീസൺ എൻഡ് സീസണാണ്. ഇത് എൻഡ് ടൈമാണ്. എൻഡ് ടൈം റിവൈവലിലേക്ക് കർത്താവ് നമ്മെ ഇന്ന് രാത്രിയും വിളിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും. സന്തോഷത്തോടെ ഒന്ന് പറയാമോ? ഉച്ചത്തിൽ ഒന്ന് പറയാമോ? കാഹളനാദമുള്ള ശബ്ദത്തോടെ ഒന്ന് പറയാമോ? അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ നാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ. അതിന്റെ ശേഷമോ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ലോകത്തിലെമ്പാടും ഒരു വലിയ ഉണർവ്. മനസ്സിലാകുന്നുണ്ടോ?
Turn to God, turn to God, turn to God, turn to God. ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. നാം ഒരുമിച്ച് ദൈവത്തിലേക്ക് തിരിയുക. ദൈവം നമ്മിലേക്ക് തിരിയേണ്ട കാലമാ. അവൻ നമ്മിലേക്ക് തിരിയും. അവൻ നമ്മെ കൈവിടുകയില്ല. അവൻ ലോകത്തെ കൈവിടുകയില്ല. അവൻ രോഗികളെ കൈവിടുകയില്ല. അവൻ രാജ്യങ്ങളെ കൈവിടുകയില്ല. നാം ദൈവത്തിലേക്ക് തിരിയുമെങ്കിൽ അത് കണ്ടീഷണൽ ആണ്. അതൊരു കണ്ടീഷണൽ ബ്ലെസ്സിംഗ് ആണ്. അതൊരു കണ്ടീഷണൽ ബ്ലെസ്സിംഗ് ആണ്. നിബന്ധനകളോടുകൂടിയ ഒരു അനുഗ്രഹമാണ്. നാം ദൈവത്തിലേക്ക് തിരിയുമെങ്കിൽ ഈ അന്ത്യകാലത്തിൽ സകല ജഡത്തിന്റെ മേൽ തന്റെ ആത്മാവിനെ അവൻ പകരുന്ന ദൈവമാണ്. സകല ജഡത്തിന്റെ മേലും തന്റെ ആത്മാവിനെ അവൻ പകരുന്ന ദൈവമാണ്. ഒരു ഉണർവ് പുറപ്പെടുന്ന സമയമാണ്. ഒരു ഉണർവിന്റെ കാലമാണ്. വരാൻ പോകുന്നത് ഒരു ഉണർവിന്റെ കാലമാണ്. വരാൻ പോകുന്നത് ഒരു കടശി കാലമാണ്. ഇത് കടശി കാലമാണ്. ഉണർവ് രാജ്യങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു. ഉണർവ് ദൈവസഭകളിൽ സംഭവിക്കുവാൻ പോകുന്നു. ഉണർവ് കുടുംബങ്ങളിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ചിലരെ കർത്താവ് അതിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. ചിലരെ കൂടെ കർത്താവ് ഇന്ന് രാത്രി അതിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. ലോകത്തിൽ പല വർത്തമാനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു കർത്താവേ. ലോകത്തിൽ പല സംഭവങ്ങൾ ഞങ്ങൾ കാണുന്നു കർത്താവേ. ലോകത്തിൽ പല വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നു കർത്താവേ. എന്നാൽ അതല്ല ഞങ്ങളോട് പറയുന്നു. ലോകത്തിലേക്ക് മുഴുവൻ ഞങ്ങൾ നോക്കുമ്പോൾ വിഷയങ്ങളെല്ലാം ഞങ്ങളോട് പറയുന്നു. വിഷയങ്ങളെല്ലാം ഞങ്ങളോട് പറയുന്നു. ഫ്രീഡം സിറ്റി ചർച്ചിലെ ദൈവമക്കളോട് ഇന്ന് രാത്രി കർത്താവ് വീണ്ടും ആലോചന പറയുകയാണ്. ഫ്രീഡം സിറ്റി ചർച്ചിലെ അതേ ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങളോട് കർത്താവ് ഇന്ന് രാത്രി വീണ്ടും ആലോചന പറയുകയാണ്. ദേശത്തിൽ നടക്കുന്ന വർത്തമാനങ്ങൾ അതേ നാം കാണുമ്പോൾ നമ്മോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഇതിന്റെ മുൻപിൽ നീ ഭയപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നീ ഭാരപ്പെടരുത്, തളർന്നു പോകരുത്, തകർന്നു പോകരുത്. ഉറച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക, കൃപയിൽ നിൽക്കുക, ആത്മാവിൽ നിൽക്കുക. വൻ കാര്യങ്ങളെ ചെയ്യുന്നവൻ മൂവ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം. നാം വീണ്ടും പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് രാത്രി ഒന്ന് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ ഉള്ളവരിൽ പിന്നെയും മൂവ് ചെയ്യട്ടെ, പിന്നെയും ശക്തമായി മൂവ് ചെയ്യട്ടെ, പിന്നെയും ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളവരിൽ ഇന്ന് രാത്രി മൂവ് ചെയ്യട്ടെ. ഹൃദയങ്ങളെ ചലിപ്പിക്കട്ടെ, ഭവനങ്ങളെ ചലിപ്പിക്കട്ടെ, ഭവനങ്ങളിൽ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഒരു ഡെലിവറൻസിന്റെ വക്കിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി ഒരു ഡെലിവറൻസിന്റെ വക്കിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ചില തലമുറകളെ ഡെലിവറൻസിന്റെ വക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ചില കുടുംബ ബന്ധങ്ങളെ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ ഒരു ഡെലിവറൻസിന്റെ വക്കിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൻ മക്കൾ ബന്ധങ്ങളെ, അമ്മ മക്കൾ ബന്ധങ്ങളെ ഇന്ന് രാത്രി ഡെലിവറൻസിന്റെ വക്കിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നു. അത് പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ കരമുയർത്തി പറഞ്ഞ് Lord bless me tonight. ഹുഡബന ശംദരാരഗദൽ ഖനാമനാരഗദന ഹല്ലേലൂയ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല കർത്താവേ. സമസ്ത മേഖലകളിലും നഷ്ടം, സമസ്ത മേഖലകളിലും വറുതി, സമസ്ത മേഖലകളിലും വറുതിയെ നീ വിളിച്ചു വരുത്തിയിരിക്കുന്നു. സമസ്ത മേഖലകളിലും നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യോവേൽ പ്രവചനത്തിൽ വായിച്ചതുപോലെ അങ്ങിലേക്ക് ഞങ്ങൾ ഇന്ന് രാത്രി കണ്ണുയർത്തുന്നു. ഞങ്ങൾ അങ്ങിലേക്ക് ഇന്ന് രാത്രി തിരിയുന്നു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ തിരിയട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയരപ്പെടട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയരപ്പെടട്ടെ. നമ്മളോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. നിന്റെ മേൽ എന്റെ അഭിഷേകത്തെ പകർന്ന്, നിന്റെ തലമുറകളുടെ മേൽ എന്റെ അഭിഷേകത്തെ പകർന്ന് ഒരു അന്ത്യനാൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു കടശിക്കാല പ്രവർത്തിക്ക് വേണ്ടി, ഒരു കടശിക്കാല ദൈവ മഹത്വത്തിന് വേണ്ടി കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി കർത്തൃകരകൾ തമ്മിൽ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ല എന്തു ഭാവിച്ചാലും എന്തു സാ
നാളുകളിൽ കൈവിടപ്പെട്ടു പോകാതെ ഒരാത്മപകർച്ചയ്ക്കായി എന്നെ, എന്റെ തലമുറകളെ, എന്റെ ഭവനത്തെ, എന്റെ ആത്മീയ കൂട്ടായ്മകളെ, എന്റെ ദേശത്തെ, എന്റെ രാജ്യത്തെ ഞങ്ങൾ സമർപ്പിച്ച ഇടിവെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പനെ 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 ഇന്ന് രാത്രി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന തകർന്ന അവസ്ഥയിലൂടെ, നുറുങ്ങിയ നിലവാരങ്ങളിലൂടെ, തകർന്ന ഹൃദയങ്ങളുമായി, നീറിയ ഹൃദയങ്ങളുമായി, നാളെ ചൊല്ലി ഭാരപ്പെടുന്ന ഹൃദയങ്ങളുമായി ഇന്ന് രാത്രി ആരെങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ലൈവ് വർഷിപ്പിൽ, ഈ ഓൺലൈൻ സർവീസിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ബ്ലെസ്സിംഗ്, ഓ ജീസസ്, അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ ആ ഹൃദയങ്ങളെ നിറച്ച് ഭാരങ്ങൾ മാറി, വേദനകൾ മാറി, നുറുക്കുകൾ മാറി, പ്രത്യാശയുള്ളവരായി, ജീവനുള്ളവരായി, പുതുക്കം പ്രാപിച്ചവരായി, സമർപ്പണമുള്ളവരായി, പുതിയ നന്മകൾ, പുതിയ ഉറവകളിൽ നിന്ന് കുടിക്കുന്ന അനുഭവങ്ങൾ, പുതിയ നന്മകൾ പ്രാപിക്കുന്ന അനുഭവങ്ങൾ, പുതിയ കൃപകൾ പ്രാപിക്കുന്ന അനുഭവങ്ങൾ, പുതിയ ബലം വർഷിപ്പിച്ച് പ്രാപിക്കുന്ന അനുഭവങ്ങൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ഉണ്ടാകട്ടെ കർത്താവേ, ഉണ്ടാകട്ടെ കർത്താവേ. ഒരു വലിയ റിവൈവലിലേക്ക്, എൻഡ് ടൈം റിവൈവലിലേക്ക്, കടശിക്കാല ഉണർവിലേക്ക് ഞങ്ങളെ കാണുന്ന പ്രിയരെ നയിക്കണമേ, നയിക്കണമേ. ആമേൻ പറഞ്ഞ, ആമേൻ എഴുതിയ, ഓ ഹല്ലേലൂയ പറഞ്ഞ പ്രിയർ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, stir up their spirits. അവിടെ ആത്മാവിനെ ഉണർത്തി ഒരു അന്ത്യകാല കർത്തൃവേലയ്ക്കായി, ഒരു അന്ത്യകാല ജ്വലനത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെതിരെ പോരാടുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെയും ഞങ്ങൾ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങളിൽ സമാധാനം വർഷിപ്പിക്കപ്പെടട്ടെ, കുടുംബങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, ജീസസ് ആരോഗ്യമുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ. ഹല്ലേലൂയ. പുത്രന്മാരും ആത്മനിറവിന്റെ അനുഭവങ്ങളിലേക്ക് നടത്തപ്പെടട്ടെ. വലിയ സമാധാനം വ്യാപരിക്കണം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ബലഹീനർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങ് കാണുന്ന, അങ്ങയുടെ കണ്ണുകൾ കാണുന്ന എല്ലാ പ്രിയരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ജയത്തോടെ എഴുന്നേൽപ്പിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് രാത്രിയിലും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരാഴ്ച കർത്താവ് പ്രദാനം ചെയ്ത ശക്തിയോടെ, നിറവോടെ, ആരോഗ്യത്തോടെ, കൃപയോടെ എല്ലാവരെയും നടത്തുമാറാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും അടുത്ത സൺഡേയിൽ 9 മണിക്ക് തന്നെ നമുക്ക് ഈ ഓൺലൈൻ സർവീസിൽ എൻഡ് ടൈം റിവൈവൽ ഫ്രീഡം സിറ്റി ചർച്ച് പേജുകളിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരാം, കൂടി കാണാം. അതുവരെ കർത്തൃകൃപകളിൽ പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.